റിപ്പോർട്ടർ ഇംപാക്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച രോഗിയുടെ മരണ സർട്ടിഫിക്കറ്റ് രോഗിയുടെ മരിച്ചയാളുടെ വീട്ടിലെത്തിച്ച് നൽകിയിരിക്കുകയാണ് അധികൃതർ. ഇപ്പോൾ മെഡിസെപ്പ് ആനുകൂല്യം നൽകാതിരുന്ന അധികൃതരുടെ തെറ്റായ നടപടി റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരും. ടി വി പ്രസാദ്, അങ്ങനെ ആ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു അല്ലേ? ഉറപ്പായും അരുൺ, ഇന്നലെ രാവിലെ ഈ സമയത്താണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതായത് ഈ രത്നം അവിടെ വെച്ച് മരണപ്പെടുന്നു. നേരത്തെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു, മെഡിസെപ്പ് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. മരണപ്പെട്ട സമയത്ത് ബോഡി വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് മെഡിസെപ്പിന്റെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യുക എന്ന ചുമതല ജീവനക്കാരുടേതായിരുന്നു. പക്ഷേ ജീവനക്കാർ അത് ചെയ്തില്ല. ഏറ്റവും അവസാനം മരണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇവരെ അങ്ങോട്ടേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് തരില്ലെന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായും ഇവരോട് പറഞ്ഞു. മാത്രമല്ല, എന്തെങ്കിലും ഇതിൽ വീഴ്ച വരുത്തിയാൽ, അതായത് മെഡിസെപ്പിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും അടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ മറ്റ് റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ഇവരോട് പറയുകയായിരുന്നു. എന്തായാലും ഇവർ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒടുവിൽ തരില്ല എന്ന് പറഞ്ഞ ഡെത്ത് സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തിയല്ലേ? വീട്ടിലെത്തി സാറേ. അത് റിപ്പോർട്ട് ചാനലിൻ്റെ ഇടപെടലുകൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇന്നലെ അത് വീട്ടിൽ കൊണ്ട് തരികയായിരുന്നു. പോയപ്പോൾ വേറെ എന്തൊക്കെയോ കൂടി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പൈസ അടയ്ക്കണം. 19,350 രൂപ നിങ്ങൾ അടയ്ക്കാതെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യില്ല. പിന്നെ നിങ്ങൾ പൈസ അടയ്ക്കാതിരുന്നാൽ, അച്ഛൻ വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡാണ്, അച്ഛൻ്റെ ശമ്പളത്തിൽ നിന്നും അച്ഛൻ്റെ പെൻഷനിൽ നിന്ന് ഈ ക്യാഷ് ഞങ്ങൾ ഈടാക്കിക്കോളാം എന്നൊരു ഭീഷണി കൂടെ അന്നുണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തലിന്റെ സ്വഭാവം തന്നെയായിരുന്നു അന്നുണ്ടായത്. നന്നായിട്ട് ഭീഷണിപ്പെടുത്തി. നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് അവരിപ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്. ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞങ്ങളടുത്ത് ഈ ഇതിനെ സംബന്ധിച്ച്, മെഡിസെപ്പിനെ സംബന്ധിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ എല്ലാവരും. അതായത് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം 49 പേർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ഇങ്ങനെ രോഗി മരണപ്പെടുന്ന സമയത്ത് മെഡിസെപ്പ് ക്ലോസ് ചെയ്ത് ബോഡി വിട്ടുകൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ ജീവനക്കാർക്കാണ്. അതല്ല എങ്കിൽ അവർ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച, അതായത് മെഡിസെപ്പിനെ കുറിച്ച് വ്യാപകമായ പരാതി സംസ്ഥാനത്തെമ്പാടുമുണ്ട്. അതിനിപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതര വീഴ്ചയാണ്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടെ മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരനെത്തി ഈ കാണുന്ന തരില്ല എന്ന് പറഞ്ഞ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തി നൽകുകയായിരുന്നു. 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പ്. അരുൺ.